അപ്പൊ ഞങ്ങൾ പുറത്ത് പോവാണ്. പുറത്ത് വെച്ചാണ് നോമ്പുതറ. അടിപൊളി ഒരു സൈറ്റ് തന്നെയാണ്. എവിടെയെങ്കിലും കാണിച്ചാൽ എങ്ങോട്ട് വരി. അവിടെ മേലെ പോയിട്ട് നമ്മൾ നോമ്പറക്കുന്ന സ്ഥലത്ത് കറക്റ്റ് അവിടെ നിന്ന് കാണാൻ പോയി ഒക്കെ മേലെ ചേട്ടാണ്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പൊ ഇന്നലെ അങ്ങ് കണ്ടില്ലേ, ആരാണ് മോളെ പറഞ്ഞെടുത്ത? അനുജത്തിന്റെ കുട്ടിയാണ്, സിനുമോളാണ്, പൊന്നൂസാണ്. എത്ര ക്ലാസ് പഠിക്കുക? ഒന്നില്. ഒരായി എടുത്താ ആയി. അപ്പൊ മളുവിൽ ഒന്നിലാണ് പഠിക്കുന്നത്. ആയി എടുത്താ എല്ലാവർക്കും സ്വാഗതം പറയണം. എല്ലാവർക്കും സ്വാഗതം പറയാം. അപ്പൊ ഇവര് രണ്ടാളും ഇന്നലെ വൈകുന്നേരം വന്നാലേ. അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, ഇന്ന് മാളുവിനോട് പറഞ്ഞാണ് അടുക്കളയിൽ കയറരുത് എന്ന്. അടുക്കളയിൽ കണ്ട് ബെരിയ ചെയ്യരുത്. അടുക്കളയിൽ നിന്ന് നോമ്പറക്കാനുള്ള ഐറ്റംസ് ഞാൻ ഉണ്ടാക്കാൻ പോണേ. ഓക്കെ, ഞാൻ പറയേ ആ ഒരു കടിയിലല്ലോ പൊറാട്ട ഉണ്ടാക്കുമ്പോ നമുക്ക് ടേസ്റ്റ് ചെയ്യല്ലോ. ഞാൻ പറഞ്ഞേ, നമ്മളെന്തെങ്കിലും പുറത്തുനിന്ന് ഓർഡർ ചെയ്യും, എന്തെങ്കിലും മന്തിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരാറ്. അപ്പൊ മതി, അവിടെ കൊണ്ടു. അപ്പൊ ഞാൻ ബുദ്ധി കളിച്ച് അപ്പൊ എന്നോടല്ലേ ഇജ്ജ് ഉണ്ടാക്കാൻ ഞാൻ പോരെ, അങ്ങനത്തെ ഒരു ഫുഡ് കിട്ടിയ പുറത്തുനിന്ന് ഫുഡ് കിട്ടിയാ പോരെ. അത് നല്ല പുടുത്തപ്പെട്ട ഐറ്റംസ് ആയിക്കോട്ടാ. ഞാൻ ഇന്നത്തെ പൊക്കി പറയല്ല. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ മുമ്പ് വിദേശത്ത് ജോലി സമയം ഞാൻ ചെയ്തിട്ടുണ്ട്. 10 വർഷം ഞാൻ മസ്കറ്റിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കാറ്ററിംഗ് കമ്പനിയിലുണ്ട്. സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്, കാറ്ററിംഗ് കമ്പനിയിൽ. അപ്പോൾ അവിടെ കുറച്ചൊക്കെ അറിയട്ടെ, എല്ലാവരും അത്ര അറിയില്ലെങ്കിൽ കുറച്ചൊക്കെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഏതായാലും ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണ ഐറ്റം എന്താ അറിയോ? ഗ്രീൻ ചിക്കൻ ഗീ റൈസ്. അതൊന്നല്ല, ഗീ റൈസ് ഗ്രീൻ ചിക്കൻ. അപ്പൊ ഇന്ന് എങ്ങനെ, അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞ അടുക്കളയിൽ കയറരുത്, ആ പരിസരത്ത് കണ്ടുപോകരുത്, നോമ്പറക്കാൻ വന്നിരിക്കാൻ പാടുള്ളൂ. ഇതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് എനിക്കാണെങ്കിൽ വേറെ നോമ്പുതരണ്ടാണ്ട് പോകാനുണ്ട്. അപ്പോ ഇതിന്റെ ആങ്ങളുടെ മോൾട്ടി, ഇത് നമ്മളെപ്പോഴും കാണുന്ന നമ്മളെ നുണക്കുയി മോൾട്ടി. ഇവിടെ ഒന്നുകൂടി അതെ. അപ്പൊ എല്ലാരും ഉണ്ട് ഇന്നിവിടെ. അടിപൊളി ഒരു നോമ്പുതറ തന്നെയാണ്. ഇല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര നോമ്പിച്ചുണ്ട്? എല്ലാവർക്കും ഇല്ല നോമ്പ്? എനിക്ക് എത്ര നോമ്പുണ്ട്? 2 ഇല്ല. എന്ന് പറഞ്ഞു പോയൊന്നുമില്ല. ആക്കി 2 നാളെ ഒരുക്കല്ലോ. ആ ഇവൾക്കൊണ്ടിട്ടല്ലേ 19 നോമ്പ് പോറ്റ്. മാഷാ അല്ലാ. ജോ ഇവളിപ്പോഴും നോമ്പുണ്ട് കേട്ടാ. ഇല്ല, മോട്ടിക്ക് 4 ഉണ്ടാവും. 5 നോമ്പുണ്ട് മോനിട്ടില്ല. അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങനെയൊക്കെയാണ്. അതെ, ഇവിടെ നോമ്പറക്കാണ്. പക്ഷെ ഞാനാണ് ഇങ്ങോട്ട് പറയാൻ, എനിക്ക് വേറൊരു നോമ്പുതറ മുനീറിന്റെ വീട്ടിലുള്ളതുകൊണ്ട് ആണ്ട് പോവുകയും ചെയ്യും. പക്ഷെ ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കി റെഡി ആക്കിയിട്ട് ഞാൻ പോകുന്നത് വാശിയാണ്. പുറത്തത്തെ ഭക്ഷണം എന്ന് പറഞ്ഞല്ലേ, പുറത്തത്തെ ഭക്ഷണം എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്നാലും ടേസ്റ്റ് മാറ്റാലോ പറഞ്ഞു. അത് നമ്മൾ ഉണ്ടാക്കണ ഇങ്ങനെ വൈകുന്നേരം എത്രയും അത്താഴത്തിന് നമ്മൾ ഉണ്ടാക്കിയത് എത്ര ദിവസമായി അറിയോ? അങ്ങനല്ലോ, ഇത് നാച്ചുറൽ. നമ്മൾ നോമ്പല്ലേ, നമ്മൾ എന്തെങ്കിലും പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിക്കൂല, ചെറുതായിട്ട് എപ്പോഴെങ്കിലും. എന്നാലും പുറത്തൊക്കെ പോയി ചായ ഒക്കെ കുടിച്ചു. ചായ കുടിക്കൽ, ചായ എന്തെങ്കിലും ചെറിയ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് അസ്വസ്ഥത. അപ്പൊ എന്താ പറയാ, അപ്പൊ ഞാൻ ആദ്യം ഞാൻ പുറത്തുനിന്ന് തന്നെ കഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ പ്ലാൻ എന്തായാലും ഞാൻ ഉണ്ടാക്കുക എന്നിട്ട് അവിടെ പുറത്ത് ഈ മരത്തിലൂടെ എല്ലാ തള്ളാണ് അവിടെ വെച്ച് കഴിക്കാന്ന്. അത് ഞാൻ മിണ്ടിയിട്ടില്ല. പുറത്തുനിന്ന് കഴിച്ചാൽ പോരാ, പുറത്തുനിന്നല്ല കഴിക്കണ്ടേ? ആയിക്കോട്ടെ, പുറത്തുനിന്ന് കഴിച്ചാൽ മതി. നീ ഉണ്ടാക്കാത്ത ഫുഡല്ലേ കഴിക്കണ്ടേ? അതെ, ഞാൻ ഉണ്ടാക്കാത്ത ഫുഡാണ് കഴിക്കണ്ടേ. ഓക്കെ, ഞാൻ റെഡി. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഉണ്ടാക്കും, പുറത്തുണ്ടാക്കി കൊടുക്കും മരത്തിന്റെ തൊട്ട്. പോരെ പോരാ സിനിമ. ആ അപ്പൊ ഇന്ന് മോനൊട്ടി എല്ലാരും കൂടി ഞാൻ ഫുഡ് ഉണ്ടാക്കാത്ത ഇന്നത്തെ നോമ്പ് നോമ്പറക്കാൻ ആ പരിസരത്ത് കാണാൻ പാടില്ല. ഞാന് കുട്ടിമോനെ മോനോ പച്ചോളോടെ തക്കാളിയോടെ ചോദിച്ചെടുത്തിട്ടാ. അത് ഇന്നൊരു ദിവസം ഇപ്പൊ ചോദിക്കണില്ല, ഇന്നലെ കാണിച്ചെന്നാ മതി. അപ്പൊ
പിന്നെന്താണ് ഈ മുളമ്പൊടി ഇവിടെ കാണാനില്ല. ഞാൻ മല്ലിപ്പൊടിന്റെ പാത്രം അവിടെ ഇതിനെല്ലാം കാണിച്ചത് ഞാൻ കാണിച്ചില്ല. അപ്പോ ക്യാമറ ഓഫ് ആക്കി അജി വരേണ്ടി സെൽഫി അങ്ങനെ വരുമോ? ഇല്ലല്ലോ. അതിന് ശരിക്കും ഞാൻ ഇവിടെ വിളിക്കണില്ല, ഞാൻ തന്നെ ഫുള്ള് ചെയ്യണേ കേട്ടാ. അപ്പൊ എന്തൊക്കെ ചെയ്യണേ? അപ്പൊ ഇന്നത്തെ ഐറ്റംസ് എന്താണ്? ഇന്നത്തെ എല്ലാവരും നമുക്ക് എല്ലാവരും കുട്ടികൾ കുറെ കുട്ടികൾ എല്ലാവരും കൂടി അടിപൊളി നോമ്പുതറ നല്ല രസമായിരിക്കും. നമ്മളെ പഴയ കാലത്തേക്ക് വരും. അപ്പം ചിൽഡ്രൻസ് നോമ്പുതറ അടിച്ചാണ് പൊളിക്കൽ. നമുക്ക് അധികം നോമ്പൊക്കെ കഴിഞ്ഞു തുടങ്ങി അധികം ദിവസം ഇന്നിപ്പോ 27 നോമ്പായി അല്ല മോളുസ. ഭയങ്കര രസം. ഇവിടെ ജഗപ്പൊക്കെയാണ് ആകെ. അതെ, അത് എല്ലാരും കുടിച്ച് തീർത്തത് ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. എനിക്ക് വീട് എടുക്കാൻ ഞാൻ കുളിച്ചാൻ പോയിരുന്നു. കഞ്ഞികൂടി ചിൽഡ്രൻസ് കഞ്ഞികൂടി ഫുള്ള് നല്ല തിരക്കൊന്നും കൂടാതെ ഒത്തൊരുമയിൽ കുടിച്ച് ഭയങ്കര രസമായിരുന്നു. കാണേണ്ട കാഴ്ചയാണ്, എടുക്കാൻ പറ്റില്ല. ഞാൻ വന്നപ്പോൾ കുടിക്കാണ്. കഴിഞ്ഞിട്ടില്ല ഞാൻ വന്നപ്പോ. അങ്ങനല്ല, അതിന്റെ മുന്നേ ഫസ്റ്റ് നല്ല രസമുണ്ടായിരുന്നേ. ഈ കൂട്ടത്തില് കുടിച്ചാത്തോൽക്ക് കൂട്ടത്തിൽ കുടിച്ചുമ്പോൾ ഒരു അസ്വസ്ഥതയും. അതെ അതെ ഒറ്റ അതെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. ഏതായാലും അതൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞാൻ ഗ്രീൻ ചിക്കൻ അതെ ആ പരിസരത്ത് ഇങ്ങനെ കാണാനേ മതി, എന്ത് ചെയ്താലും കുഴപ്പമില്ല അല്ലേ മോളൂസേ? ഇതിപ്പോ എന്താ അല്ലേ? അപ്പൊ നമ്മക്ക് എന്താ ആണുങ്ങൾക്ക് ഇതൊന്നും പറ്റൂലേ അല്ലേ? ആ അപ്പൊ ഇതിന്റെ കൂടെ നിൽക്കുന്ന എല്ലാ ആണുങ്ങളും ഒന്ന് കമന്റ് ചെയ്യോണ്ടിട്ടോ, ഞങ്ങളൊക്കെ എങ്ങനെ ചെയ്യണവരാന്നുള്ളത്. ആ അങ്ങനെ ഏതായാലും ഞാന് അടുക്കളയിൽ കയറാണ്. അപ്പൊ എനിക്ക് ഹെൽപ്പറായിട്ട് ആരൊക്കെ ഉണ്ട്? ജിണ്ടാ ഇഞ്ഞ. അപ്പൊ ഹെൽപ്പ് ചെയ്യാൻ കുട്ടിമോന്റെ മോനുണ്ട് അല്ലേ? ആ ആണുങ്ങളെ ഫുഡ്, ഹോട്ടലത്തെ ഫുഡ് തന്നെ ആണുങ്ങളെ ഫുഡല്ലേ? അതെ, ഒന്ന് കായ്ച്ചിക്ക. അപ്പൊ മോനെ ലജ്ജറില്ല, നമ്മളൊന്ന് ഭക്ഷണം ഉണ്ടാക്കണേ കേട്ടാ. നമ്മളെ കട്ടല്ലോ കുട്ടിമോടല്ല. അപ്പൊ ഇന്ന് അടുക്കളയിൽ കുക്കുമാര് ഞാനേ കുട്ടിമോനെ മോനോ പെണ്ണുങ്ങളെ ഒറ്റ പെണ്ണുങ്ങളാണ് അടുപ്പിച്ചത്. ഈ പെണ്ണിനടക്കം അത് അടുപ്പിച്ചിട്ടുണ്ടല്ലോ. ഇതില് പൊന്നൂനെ നിങ്ങള് കണ്ടുപിടിച്ചിട്ടാ എത്രാമത്താണെന്നുള്ളത്? പൊന്നൂടെ ഇതാ പൊന്നു നിങ്ങൾ മറിച്ചില്ല. പൊന്നു ഇത് പൊന്നൂടെ ടീച്ചർമാർ. ആ ടീച്ചർ കാണുന്നുണ്ടെങ്കിൽ ഒരു ഹായ് ഇടണം കേട്ടാ. പേര് എഴുതി വിടണം ടീച്ചറാ. ആയിക്കോട്ടെ, തീർച്ചയായിട്ടും. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എങ്ങനെയൊക്കെയാണ്? അപ്പൊ നമ്മൾ അടുക്കളയ്ക്ക് പോകാമല്ലോ. അപ്പൊ ജില്ലാന്ന് പറഞ്ഞേ, ജില്ലാന്ന് പറഞ്ഞേ ഞാൻ അടുക്കളയിലേ ഉണ്ടാവുള്ളൂ, പണിക്ക് ഞാൻ ഉണ്ടാവും. അടുക്കളയിൽ പിന്നെ നമുക്ക് പോകാതിരിക്കാൻ പറ്റൂല. അപ്പൊ ഏതായാലും ഞാൻ ഏതായാലും പണി തുടങ്ങാൻ പോണേ ഇല്ല. കുട്ടിമോനുണ്ട് ഇല്ല കുട്ടി കുട്ടിമോണ്ട് കുട്ടിമോനാണെന്ന് ഫുള്ള്. അപ്പൊ ഏതായാലും ഞങ്ങൾ മേലെ പോണല്ലേ, മേലേക്ക് ആർക്കും പ്രവേശനം. വെരി ഡേഞ്ചർ. അപ്പൊ വെരി അടുക്കളയിൽ പോവാ. എന്തൊക്കെ പരിപാടി നിങ്ങളത് കണ്ടോക്കിട്ടാണ്. അപ്പൊ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്നാം സബ്സ്ക്രൈബ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടാ മതിട്ടാ. അതെ, അതാവും നല്ലത്. അതാവും നല്ലത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ഒന്ന് നിൽക്കുക, ആ ബെല്ലേക്കൂടെ നമർത്തുക. പിന്നെ കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്ക് ബട്ടൺ നിൽക്കുക. പിന്നെ നിങ്ങൾക്ക് അതിൽ എന്തൊക്കെയാണ് തോന്നിയത് അതൊക്കെ അതിൽ എഴുതുക. നല്ലതായാലും ആകാത്തതിലും പ്രശ്നമില്ല, അൽഹംദുലില്ലാ. പിന്നെ ഒരുപാട് ആള് പുറമെ കാണുമ്പോൾ ചോദിക്കും, പുറമെ കാണുമ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കും എന്താ വീഡിയോയില് കാണില്ല. അവന്ന് വെച്ചാൽ ചില ആളുകളൊന്നും അതുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ വരൂല. അപ്പൊ എന്തായാലും ബെല്ലേക്കൻ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാല് ട്ടാ. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ ഇതുവരെ എത്തി, ഇനി അങ്ങനെ മുന്നോട്ട് പോകണം. എല്ലാവർക്കും നല്ല വരട്ടെ. അപ്പൊ നമ്മള് കിച്ചണിക്ക് പോകണേ അല്ലേ വേണോ? അപ്പൊ ജില്ലാറിനെ കിച്ചണിക്കുള്ളൂ. ആ ഭക്ഷണം ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അവർക്ക് എന്നോട് പറഞ്ഞ കിച്ചണിക്ക് വരരുതെന്നല്ലേ. നമ്മൾ അന്നെ നോമ്പറക്കാൻ ഇവിടെ വന്നിരുന്നാ മതി. ഓക്കെ, പോയൊക്കെ സിനോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ പറഞ്ഞ മാതിരി ഇന്ന് മാളൂനെ അടുക്കളയിൽ നിന്ന് വായിപ്പിച്ചിരിക്കണേ. ഇടയ്ക്ക് ഇവിടെ വന്ന് നോക്കിയൊക്കെ പോണ്ട് ട്ടാ. അപ്പൊ എന്താ വെച്ചാല് ഗ്രീൻ ചിക്കൻ ഉണ്ടാക്കാൻ പോണ. ആദ്യം 1 കിലോ നെയ്ച്ചോറിന്റെ അരി കൊടുത്തിട്ടുണ്ട് നെയ്ച്ചോറ് വെക്കാന്. പിന്നെ ഉള്ളി കാര്യങ്ങളൊക്കെ ഇതപ്പൊ ക്ലീൻ ചെയ്ത്, പിന്നെ ഇതിക്ക് യൂസ് ചെയ്യല് മിന്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യുമതില്. മിന്റ്
അതായത് പുതിന കൂടുതലായിട്ട് യൂസ് ചെയ്യും. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. അപ്പോൾ ഇതൊക്കെ എല്ലാ കറിയും ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇതിൽ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് ഉപയോഗിക്കുക. എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ ഈ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ട് ഇപ്പോൾ വരാം. അടുപ്പ് കത്തിച്ചിട്ട് ചൂടായിക്കോട്ടെ. കുറച്ച് വെള്ളം ഉണ്ടായില്ലേ. അപ്പം ശരിക്കും ഇത് നമ്മൾ ഒരു നെയ്യിലൊക്കെ ഉണ്ടാക്കിയാൽ നന്നാവും. പക്ഷേ നമ്മളെ നാട്ടിലേതനുസരിച്ച് വെളിച്ചെണ്ണയിൽ ബട്ടറിൻ്റെ ബാക്കി ഇത്തിരി ബട്ടർ എടുത്ത് ഇല്ല. അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണം അതിനുള്ളൂ. ബട്ടർ ഇതിലിടുന്നുണ്ട്. അപ്പോൾ ബട്ടർ ഏകദേശം നല്ല ചുവന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഡ്രൈ മസാല ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഏകദേശം പൊട്ടിപ്പൊളിച്ച് നേരെ മേലക്കാണ് തട്ടുന്ന ഉള്ളി. ഇതിന് ചോയ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് വീഡിയോയിൽ പറയണ്ട. കാരണം ഏകദേശം കറക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പറഞ്ഞു അപ്പൊ ഏകദേശം ജസ്റ്റ് അപ്പൊ ഇതൊന്ന് നന്നായിട്ട് വാടിക്കോട്ടെ. അടച്ചു വെക്കാം. ജസ്റ്റ് ഇതിൽ തക്കാളി ഇട്ടില്ലാച്ചിട്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മളെ സ്റ്റൈൽ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് കറി ഉണ്ടാവും, ഗ്രേവി ഒക്കെ ഉണ്ടാകാൻ വേണ്ടി തക്കാളി ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചിക്കൻ വാങ്ങിയിട്ടുള്ളത് 1 kg. അതുപോലെ തന്നെ 1 കിലോ ബിരിയാണി ആയിരുന്നു. അതെ, രണ്ടാമത് ഇപ്പൊ കുറച്ചും കൂടി അണ്ടിപ്പരിപ്പ് മാള് കൊണ്ടുവച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇപ്പൊ കൊറേണ്ട എന്ന് വിചാരിച്ചു. അപ്പൊ മുമ്പ് ഇവിടെ അതെ ഇജാൻ ഇന്റതല്ലേ, പിന്നെ എന്റെ പൈസ ഇന്റതല്ല മാളോ. അപ്പോ ഇത് നമ്മൾ എന്താ ചെയ്യുന്നത്, വെള്ളത്തിലിട്ടേക്കാൻ പോണേ. നല്ല പുതിരണം. ആ മസാല ഒക്കെ ആയി വരുമ്പോ ഇത് നന്നായി പുതിർന്നോട്ടെ. ഓക്കെ, പിന്നെ പച്ചമുളക് സോറി. അപ്പൊ അണ്ടിപ്പരിപ്പ് ഇതിൽ ഇട്ടിട്ടുണ്ട്. വെള്ളം പാരാൻ പോകട്ടെ കുറച്ച്. ഇത് പൊതിർന്നോട്ടെ. ആ മസാല ഒക്കെ ഡ്രൈ ആയി നല്ല മസാല പരുവത്തിലാകുമ്പോൾ ലാസ്റ്റ് നമ്മൾ ഒഴിക്കേണ്ടത്. അപ്പൊ ഇതിന് വെള്ളത്തിലിട്ട് പൊതിരുന്നവരെ ഇവിടെ വെക്കുന്നത് മിക്സിയിൽ ഒന്ന് അടിച്ചിട്ടാണ് ഇതിൽ ഒഴിക്കാനുള്ളത്. ഓക്കെ, എന്തായി മാളിനെ കാണാൻ വയ്ക്കാനെ കാണാനില്ലോ. ഷെഫ് മുസ്തഫ, ഞാൻ ക്യാമറമാനാണെന്ന് വേണ്ട. ഓവറാക്കണ്ടങ്ങള്, ഓവറാക്കണ്ട. ഇത് ഒമാനിലല്ലട്ടാ. നല്ല മണാണ്. ഇത് ഹാഫ് വേവ്. ഈ ഉള്ളി കുറച്ച് ഹാഫ് വാടൽ പോയി. എല്ലാ കറിക്കും വാടുന്ന അത്ര വാടേണ്ട ആവശ്യമില്ല. ഹാഫ് വാടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ചിക്കൻ നേരെ എടുത്ത് ഇതിന്റെ മണ്ടയ്ക്ക് തട്ടാം. അപ്പോ ചിക്കൻ ഇവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പോരാ, ഡ്രസ് മുഷിയായിരിക്കാൻ ആപ്രൺ എന്തിനാണ് പിന്നെ ഞാൻ കെട്ടലില്ല. ഞാൻ പോകണല്ലോ പരിപാടിക്ക്. അപ്പൊ ഡ്രസ് ബാവാക്ക് എന്തൊരു നോമ്പർക്കലുണ്ട്. എങ്ങനെ മുങ്ങാൻ നോക്കി പറ്റുമോ നോക്കി. 99% മുങ്ങും. എന്താ വെച്ചാൽ ഒന്നും ഉണ്ടായില്ല. ഇത് കൂടി കാണുമ്പോ ഭയങ്കര രസം ഇവിടെ തോന്നുന്നു. പോകാൻ പറ്റുന്നത് സംഭവം അവിടെ പുടുത്തപ്പെട്ട പാർട്ടിയാണ്. ആടെ കൊണ്ട് തല്ലും, കോഴ കൊണ്ട് തല്ലും. പേരിൽ നമ്മൾ കുട്ടികളെല്ലാവരും കൂടി നമ്മൾ അത് വേറൊരു വൈവാണല്ലോ. അപ്പൊ പേരിൽ തന്നെ നിൽക്കാൻ വേണ്ടി നോക്കും. അഥവാ അവര് വീണ്ടും വിളിച്ചാൽ ചിലപ്പോൾ പോകും. മോശമല്ലേ. ആരും വിളിച്ചില്ലെങ്കിലോ അങ്ങനെ മറന്നു പോയിക്കോളും. പിന്നെ നാളെ ചോദിക്കോളൂ അല്ലേ. എന്നെ കൊണ്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ചിക്കന്റെ പേര് മാറ്റേണ്ടി വരുമോ? ഒന്നും വേണ്ട, തോന്നുന്നുണ്ട്. എന്തിനു തരും അതിനുള്ള ഐറ്റംസ് എല്ലാം ഇതൊക്കെ ഉപയോഗിക്കണ കറിയിലെങ്കിലും കൂടിയിട്ട് ഞാൻ ഇപ്പൊ ഒരു വ്യത്യസ്തമാരിയാണ് ഉപയോഗിക്കണത്. സംഭവം ഇപ്പൊ ഈ വെളുത്തുള്ളി, ഇഞ്ചി, അത് പുതിന കാര്യങ്ങളൊക്കെ കാഷ്നട്ട് ഒക്കെ ഉപയോഗിക്കണേ. പക്ഷെ ഇതിലൊരു ഡിഫറൻസ് ഉണ്ടാവും. ഇത് കഴിച്ച് നോക്കിയിട്ട് പറയും. നാളെ ഉണ്ടാകുന്ന പറഞ്ഞാൽ ഇന്നെ കൊണ്ട് പറ്റൂല. എന്നാ കുഴപ്പമില്ല, സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാ മതി. അപ്പോ ഇത് കഴിച്ചിട്ട് ഇവരൊക്കെ അഭിപ്രായം പറയും. നിങ്ങൾക്കൊക്കെ ആർക്കൊക്കെ ഇത് ഉണ്ടാക്കേണ്ട റെസിപ്പി കറക്റ്റാണ് വിട്ടുതരാം. ഒന്ന് ഉണ്ടാക്കി നോക്കിട്ട് ഈ നോമ്പിന് മുമ്പേ പൊളിക്കും. നോക്കാം. അപ്പൊ
നമ്മൾ കാര്യം ചെയ്യാം, മിക്സിന്റെ ജാറിൽ ഇതൊക്കെ നമുക്ക് ഇട്ട് റെഡിയാക്കി വെക്കാം. ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതാക്കിയാൽ പെട്ടെന്ന്, കാരണം കുറച്ചായതുകൊണ്ട് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡറിൽ പെട്ടെന്ന് ആയി കിട്ടൂല, ഇതിൽ അരഞ്ഞ് കിട്ടൂല. അതുപോലെ കുറച്ച് വെളുത്തുള്ളി ഇടാൻ പോവാണ്. ഈ വക സാധനങ്ങളൊന്നും ഇപ്പം നമ്മൾ ഉള്ളി വാട്ടുമ്പോൾ അതിലിട്ടിട്ടില്ല. അപ്പം അതാണ് ഇതിൻ്റെ വ്യത്യാസം കിട്ടുക. അപ്പോൾ ഈ പച്ചമുളകൊക്കെ ജസ്റ്റ് അരിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകണേ, ഈ മിക്സിൻ്റെ ജാറിലിടാൻ പോകണേ. ഇതിൽ മുളക് പൊടി, ഈ ഉള്ളി ഇവിടെ ഇരുന്നോട്ടെ, മുളക് പൊടി ഇതിൽ തീരെ ഉപയോഗിക്കില്ല. ഓക്കെ, പിന്നെ ഇതാ ഇത്രയും പൊതിനെങ്കിലും വേണം. ഇത് അരഞ്ഞ് ഇത് കിട്ടണം. കുറച്ചാകുമ്പോഴൊന്നും ജാറിൽ ഇങ്ങനെ അരഞ്ഞ് കിട്ടൂല. പിന്നെ കുട്ടിമോനെ, ഇമ്മ അവിടെ നിൽക്കരുത് ഇരിക്കണം. എന്താ പാട് പോയോ കിട്ടാ, ഉറങ്ങിക്കണ പോയോ ഒക്കെ എവിടെയാ നോക്കുമ്പോനെ. ആ അപ്പോൾ അതും ആയിക്കിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞങ്ങൾ ഒരു കാരണവശാലും മാളുവിനെ ഈ ഭാഗത്തേക്ക് അടുപ്പിക്കൂല എന്ന് ഒരൊറ്റ ശാഠ്യത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ അടുക്കള ജോലി പെടൂല. ക്യാമറമാനെ കണ്ടേ. അപ്പൊ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഉള്ളി കരിഞ്ഞോ? ഉള്ളി കരിയില്ല, കളറാണ്. പക്കയാണ് പക്ക. എങ്ങനെയും കൊളാവണേ. അപ്പൊ ഇതല്ലേ ഉള്ളി നല്ല ബ്രൗൺ കളറായിട്ട് കണ്ടോ? എവിടെ കഴിയില്ല, നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഉള്ളി. പിന്നെ ഇതിൽ വേറെ ഒരു സാധനം ഇപ്പൊ ഇല്ല. അപ്പൊ നമ്മൾ ചെയ്യാൻ പോണെന്ന് എന്താ വെച്ചാല് ചിക്കൻ അതിന് മേലെ തട്ടാൻ പോകുന്നു. പറഞ്ഞു കേട്ടീന്ന്. പാകത്തിന് ഉപ്പ്, ലേശം ഉപ്പ് ഇതിന് മേലെ ഇങ്ങനെ ചെറിയിട്ടുണ്ട്. ഓക്കെ, ഉണ്ടാവില്ല, പുതിയ പാക്കറ്റ് പൊട്ടിച്ചിടണം. ഒന്നും ഞാൻ ഇടൂല. എന്നിട്ട് ജസ്റ്റ് ഇതിന്റെ മേലേക്ക് തന്നെ ഒരു സഹായിയാണ് നിക്കണത്, കൈയൊന്നും വെട്ടിയാണ്ട്. ടൊമാറ്റോ ഒറ്റ എങ്ങനെയോ നിപ്പാനെ സഹായിച്ചു. ക്യാമറ കട്ട് ജസ്റ്റ് അപ്പൊ ഇതിലിപ്പോ ഈ ആകെ ഉള്ളതെന്ന് വെച്ചാല് നമ്മളിട്ട ഡ്രൈ മസാല, അതുപോലെ തന്നെ പാകത്തിന് ഉപ്പ്, ചിക്കന്, ഒരു ചെറിയ തക്കാളി. ഉള്ളി എന്ന് വെച്ചാൽ ഏകദേശം 1/2 കിലോ പോലും ഉണ്ടാവില്ല. 1 കിലോ ചിക്കനക്ക് 1/2 കിലോ 400 ഗ്രാം ഉള്ളിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ ഈ ജസ്റ്റ് ഞാൻ ഇങ്ങനെ മൂടി വെക്കാൻ പോണേ. ജസ്റ്റ് ഒന്നിന് വെള്ളം ഇറങ്ങട്ടെ. നമുക്ക് ചെറിയ മുന്നിൻ്റെ മസാല ഇതിലിടാണ്ട്. ഓക്കെ, സുൽത്താൻ തൗസന്ന് ഇപ്പൊ വന്നതാണല്ലേ. തൗസന്ന് ഇപ്പൊ എത്തിയിട്ടുള്ളൂ. പിന്നെ മസാല ഇടാൻ പോകുന്നത് താമസത്തെ ഓർമ്മ ഉണ്ടാ ഇതൊക്കെ ചെയ്യുമ്പോ? താമസിൽ നമുക്ക് മറക്കാൻ കഴിയുണ്ടാവും. ഒരുപാട് നമ്മുടെ താമസില് നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടാവും. താമസ് എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിന്റെ പേരാണ്, കാറ്ററിംഗ് കമ്പനിന്റെ പേര് സുൽത്താൻ കാബൂസ് യൂണിവേഴ്സിറ്റി ഒമാൻ. അതിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത് 10 വർഷം. താമസ് എന്ന് പറഞ്ഞ കാറ്ററിംഗ് കമ്പനിയിലായിരുന്നു. നമ്മൾ ഒരുപാട് പ്രിൻസിപ്പൾ അവരുടെ വീഡിയോ കാണുന്നുണ്ട്. അവരുടെ ആൾക്ക് മറക്കാൻ പറ്റാത്തൊരു ജീവിതമാണ്. കാരണം നല്ല ഇങ്ങനത്തെ ഒരു വീട്ടില് പോലും അത്രയും സ്വസ്ഥത ഉണ്ടാവില്ല എന്ന് എനിക്ക് പറയാനുള്ള അത്രയും ശമ്പളം കുറവായിരുന്നു. അതിന്റെ പേരിലാണ് വേണ്ടെന്ന് ചോദിക്കുന്നത്. പിന്നെ മാളൊക്കെ പറഞ്ഞിട്ടുണ്ട് ചെറിയ ശമ്പളത്തിന് അവിടെ പോയി ജീവിതം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ നിക്കൂലെന്ന് പറഞ്ഞത്. എനിക്ക് നിങ്ങള് പോയാൽ ശരിയാവില്ലെന്ന് പറഞ്ഞത്. എനിക്ക് ഒറ്റ നിൽക്കാൻ പറ്റൂല. ആണ്ട് ഇന്നെ കൊണ്ടുപോണ്ടേ. ഇതില് ലേശം മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ഇതിൽ അലോഡ് ഇല്ലട്ടാ. കുരുമുളക് പൊടി ഇവിടെ ഉണ്ടല്ലോ. അതല്ല ഇതെന്താ ഞാൻ പറഞ്ഞു തരൂല, കണ്ടുപിടിക്കുക. കുരുമുളക് പൊടി ഇവിടെ ഉണ്ട്. ഒരു ലേശം കുരുമുളക് പൊടി ഇതിന്റെ മേലെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിക്കുള്ള മസാലകളെല്ലാം റെഡിയായി. അപ്പൊ ഇതിലിട്ടത് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി. വേറെ ഗരം മസാല അങ്ങനെ ഇത് ചാറ്റ് മസാല, മസാല ഒന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഇതിൽ നമ്മൾ ജസ്റ്റ് ഈ മസാല കിട്ടിയാണ്ട് ഒന്ന് ഇളക്കാൻ പോകണം. അതിന് വെള്ളം തീരെ ഒഴിച്ചിട്ടില്ല കേട്ടാ. നോക്കി കമന്റുകൾ മുഴുവൻ ഇങ്ങക്കാണ്. ഇന്ന് എല്ലാരും മണ്ടി ചുട്ടങ്ങൾ ഇങ്ങനെ
ഭക്ഷണമൊക്കെ ഒന്നും പറയണേ കാക്ക സൂപ്പർ SP ആവാൻ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ആണോ അല്ലെങ്കിലേ SP ആണ് അല്ലെങ്കിലേ SP സന്തോഷമുള്ള കാര്യമാണ് നിങ്ങളെ ഈ അയക്കലൊക്കെ നമ്മുടെ ഏക സന്തോഷം. എന്നെ പറ്റി ആരെയും അയക്കുണ്ടോ ചിന്തിച്ചോക്കാണ്. ഞാൻ ഇപ്പൊ ഒരു സാധുവായില്ലേ. നിങ്ങളാണ് താരം. ഞാൻ താരായ നീ താരൊക്കെ ഒന്നല്ലേ. ആയിട്ടില്ല. നീ ഇവളെ കുറിച്ച് കമന്റ് അറിയിച്ചാൽ നിങ്ങളെ പറ്റി പറയാനാണ് എനിക്ക് കേൾക്കാനാണ് ഇഷ്ടം. പണി കിട്ടി ഗൈസ്. ഗ്യാസിന് ബുക്ക് ചെയ്തിക്കണേ. ഗ്യാസ് നാളെ വണ്ടി വരുള്ളൂ. 8ന്റെ പണി കിട്ടി. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞ ഈ തീ ഇത്രയും ആക്കി കൊടുത്തത് ഞാനാണ്. അതെ അത് ഞാൻ ഇതാക്കില്ല ഞാൻ ആക്കും. അതൊന്നും വിഷയമുള്ള കേസല്ല. ഇല്ലട്ടാ തീ കല അടിപൊളിയെ കത്തിക്കും. പിന്നെ പാവല്ലേ. അപ്പൊ ഏതായാലും പണി പാളിയേക്കാൻ ഇന്നത്തെ ദിവസം തന്നെ ഉണ്ടെങ്കിൽ ഈ ഗ്യാസ് കഴിഞ്ഞത് കുറെ ദിവസമായി. ശരിക്കും ശനിയാഴ്ച ഗ്യാസ് വരാറ് ഇവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ. നാളെ രാവിലെ എത്തും. കത്തുന്നില്ല. കത്തുണ്ട്. ഞാൻ കുട്ടിയെ കഞ്ഞി വെച്ചടുപ്പാവോണ്ട് പിന്നെ കുഴപ്പമില്ല. കത്തും. ഏതായാലും പെട്ട് പെരുമ്പടലിട്ട് എന്തായി നോക്കാം. പാടി മക്കളെ പണിമാളി എങ്ങനെ മണം. ഇത് കളർ പച്ച പൈനാവും. ഇപ്പത്തെ കളർ നോക്കണ്ട. ഓക്കെ പേടിയോ നോമ്പ് മുറിന്നുള്ള പേടിയല്ലേ. മൂക്ക് മാറ്റിയാലോ. മൂക്കുമ്പോ തട്ടി നോമ്പ് മുറിയോ. കൊള്ളൊന്നുമില്ല. നോമ്പ് തൊലിപ്പോടെ വയറുവേന അറിയണ ഇന്ന പറക്കം കൊണ്ടുവരുന്നത്. പറക്കം കൊണ്ടുവരും. പെരുന്നാളിന് പറക്കാൻ പറ്റും. അപ്പൊ അത് ഒന്നിട്ട് തിളക്കുമ്പോ ഒന്നുകൂടി വേകുമ്പോ നമുക്ക് ഒരു കാര്യം ചെയ്യും. ഈ മസാല ഐറ്റംസ് അരക്കാൻ നിന്നപ്പോഴാണ് ഗ്യാസ് കണ്ട് കഴിഞ്ഞത്. ഇത് അരക്കാം. ഇപ്പൊ ഇതിനുള്ള ഇങ്ങോട്ട് നേരത്തെ പറഞ്ഞ തന്നെയാണ്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പുതിന അല്ലേ. മലയാളം പറഞ്ഞില്ലാന്ന് പറയണ്ട. കുറച്ച് വെള്ളം ഒഴിച്ചില്ലേ. നല്ല അരയുള്ളൂ. കുറച്ച് വെള്ളം കൂടി കഴിഞ്ഞാൽ അരഞ്ഞിട്ടില്ല. കിടന്ന് കറങ്ങാന്നല്ലാതെ. ഓക്കെ അപ്പൊ ജസ്റ്റ് ഒന്ന് ഇതാ കണ്ടില്ലേ. അപ്പൊ നല്ല ഒരു ഗ്രീൻ ടേസ്റ്റ് ആയിട്ടുണ്ട്. ഒന്നുകൂടി കറങ്ങിക്കോട്ടെ. ചിക്കൻ റെഡി ആകുമ്പോൾ അരി വെള്ളത്തിലിട്ട് വെക്കണേ. പൊതുവെ ഇവിടെ പല രീതിയിൽ ഉണ്ടാക്കും. വെള്ളത്തിൽ അരി വിട്ട് പുതിർത്താതെ ഉണ്ടാക്കാറുണ്ട്. മാവൊക്കെ പുതിർത്താതെ ഉണ്ടാക്കല്. എനിക്കിതുവരെ അങ്ങനെ ഉണ്ടാക്കിയില്ല, പരിചയമില്ല. അപ്പൊ ഞാൻ ഇത് നേരെ ചെയ്യാൻ പോകുന്നത് ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം കഴുകി വെള്ളം പാർന്ന് വെക്കാം. ലേശം ഇവിടെ പഴയത് കുറച്ച് കൊടുന്നുണ്ടായിരുന്നു. അത് വിട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് അഥവാ കുറച്ച് കൂടുതൽ അത്താഴത്തിനും വെട്ടാലോ. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് കഴുകി വെക്കാം. ഓക്കെ എന്തായി നോക്കട്ടാ. നോമ്പ് മുറിയാതിരിക്കട്ടെ. പഠിച്ചോൻ കാക്കട്ടെ. അജ്ജാതി മണാണ് മക്കളെ. അപ്പൊ ഏകദേശം മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയാ മോട്ടറോ. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കാനുള്ള ഗ്രേവി ഉണ്ട്. എന്ന് കാണിച്ചാൽ വെള്ളമൊന്നും ഒഴിക്കാനുള്ള ഗ്രേവിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാ നമ്മളെ ഗ്രീൻ മസാല ഇതിൽ ഒഴിക്കാൻ പോകണിപ്പോൾ. ഓക്കെ ഒരു ലേശം വെള്ളം ചുറ്റിയിട്ട് ഒഴിക്കാം. ഓക്കെ ഇനി ഇളക്കിയിട്ട് ഒന്നുകൂടി തിളച്ചാൽ റെഡി ആയിട്ടാ. ഇതൊന്ന് ഒരു തള കളിച്ചാൽ മതി. ഓക്കെ ഇതിൽ കൂടുതൽ ഗ്രേവി ഉണ്ടാവും കേട്ടാ. കുറച്ചുകൂടി ഗ്രേവി ആക്കണം. ഇനി നമുക്ക് വേണ്ടി കുറച്ച് ഗ്രേവി വേണ്ട. അത് തികയാതിരിക്കോ. ഇനിയിപ്പോ അതൊക്കെ അരച്ചു വയ്ക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ ഇത് സാധാരണ രീതിയിൽ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ ലേശം വെള്ളം ഒഴിക്കുന്നുണ്ട്. അതൊക്കെ ഓർമ്മല്ല പറഞ്ഞു കൊടുക്കട്ടെ. അല്ലെങ്കിൽ അതൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കൂല. എന്താ വെച്ചാൽ തികയാതിരിക്കണ്ടാകുമ്പോ കുട്ടികളൊക്കെ കൂടുതലുള്ളല്ലേ. സാധാരണ നല്ല ഡ്രൈ ആയിട്ട് ഇങ്ങനെ കട്ടിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ലേശം വെള്ളം കൂട്ടിയിട്ടുണ്ട്. അതൊന്ന് അടച്ചു വെക്കട്ടെ. ഞാൻ തിളക്കട്ടെ. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് ഇതിട്ട് അരക്കാൻ പോകണേ. കൂടുതലില്ല, അരയാൻ മാത്രം ഒന്നുമില്ല. എന്നാലും നമുക്ക് നോക്കാം അല്ലേ, എന്തെങ്കിലുമൊക്കെ ആവുമല്ലോ.
ആരാണ് മിക്സിന്റെ ഒരു ഇതിന്റെ ഒരു ജാറിന്റെ ഒരു ഭാഗത്തേക്കേ ഉള്ളൂ. എനിക്കാരാണ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്തിരി കുറച്ച് വെള്ളം ഒഴിക്കുക, കൂടുതൽ വെള്ളം ഒഴിച്ചാൽ അറിയില്ല. ഒന്ന് നോക്കട്ടെ, അത് കിടന്നുകൊണ്ട് കറങ്ങുമോന്ന് അറിയില്ല. ഇല്ല, ഇത്തിരി വെള്ളം ഒഴിച്ചാൽ പറ്റൂല. അല്ല, കുറച്ച് കറങ്ങിയിട്ട്. അപ്പോ ഗൈസ് നമ്മളെ ഗ്രീൻ ചിക്കൻ ആയിട്ടുണ്ട്. ഈ അണ്ടിപ്പരിപ്പ് അരച്ചു കഴിയുമ്പോൾ കുറച്ചൊരു കളർ ചേഞ്ച് വരും. ഇപ്പൊ കണ്ടൊരു ചെറിയൊരു പച്ചല്ല ഞങ്ങള് ഇത് പറഞ്ഞാല് എങ്ങനെ അപ്പൊ നമ്മളിത് ഒഴിക്കാൻ പോകുന്നത് ഏമെന്ന് നെയ്യപ്പട ഞങ്ങൾ മര്യാദ തിന്നില്ല ചെയ്ത് നിങ്ങൾ ഫുള്ള് നാശാക്കില്ല. അപ്പൊ കേശനൊക്കെ വെച്ചിട്ടുണ്ട് അണ്ടിപ്പരിപ്പ്. കളറ് കൂടുക കുറേ ചെയ്യാം, കുറയുക കൂടുക. ഇതാ കളർ പക്ക പച്ചയാണിത്. മുസ്ലിം ലീഗിന്റെ പച്ചല്ല, ഒരു ഏത് പച്ചെന്നതിന് പറയാമോ? ചാണപ്പച്ച. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്ര ഗ്രേവി ഉണ്ടാവില്ല, കുറച്ചുകൂടി ടൈറ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ തോന ആളുള്ളതുകൊണ്ട് നമുക്ക് ഒറിജിനാലിറ്റി ഉണ്ടാക്കിയാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വേണ്ടി വരും. അതുകൊണ്ട് ഉള്ള റേറ്റ് നമ്മൾ എല്ലാവർക്കും കഴിക്കാനുള്ള രീതിയിൽ ചിലപ്പോൾ നമ്മൾ കൂടുതലും അത്താഴത്തിന് ഇതായിരിക്കും കഴിക്കുക. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യണത്. ഇനി മറ്റേ പോയി ഇത് പരമാവധിയാണ്. അപ്പൊ നിങ്ങളൊന്നും ഉണ്ടാക്കുമ്പോൾ ഇത്ര വെള്ളം ഒഴിക്കരുത്. ഇത്ര വെള്ളം ലേശൊക്കെ ആ ജാറ് കഴുകിയിട്ടാണ്ട് ഒഴിക്കണ അതിലുള്ള മസാല എടുക്കാതെ മാത്രം ഒഴിക്കാൻ പാടില്ല. ഞാൻ എക്സ്ട്രാ ആയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അത് ഒഴിക്കരുത്. അപ്പൊ ഇപ്പൊ സംഗതി ഏകദേശം ഇങ്ങനെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി പാകത്തിന് ഉപ്പ് നോക്കുക. ഇവിടെ മാളൂന് മാത്രമേ നോമ്പില്ലായുള്ളൂ. മാളൂനെ വിളിച്ച് സോറി ഇല്ല ഞാൻ പറയില്ല എനിക്ക് നോമ്പുണ്ട്. അപ്പൊ പിന്നെ ഒറ്റ നോമ്പും പോയിട്ടില്ല. ഇന്നിന്റെ 27ാമത്തെ നോമ്പാ. അപ്പൊ നോക്കട്ടെ, ഒന്നും നോക്കണ്ട. ഈ മണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുറച്ച് ഉപ്പ് കുറവുണ്ട്, വേറെ എല്ലാം റെഡിയാ. ആ മണത്തില് ഇതിന് മുന്നേ ടേസ്റ്റ് നോക്കിയിട്ടില്ലോ. എന്റെ ഗുരു ആരെ അറിയോ? സന്തോഷ് ഏട്ടനാ. സന്തോഷ് ഏട്ടൻ ഇന്ന് അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത്, ഈ മനസ്സിലറിയാം. അപ്പൊ ഇനി ഈ ഒരേ അടുപ്പുള്ളൂ, ഇതെല്ലാം പോയി മക്കളെ. അപ്പൊ ഇത് ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ഇവിടെ ഗീ റൈസ് ഉണ്ടാക്കാൻ പോവാണ്, നമ്മളെ നെയ്ച്ചോറ്. അപ്പോൾ വലിയ ചെമ്പട്ടിയാണ് വെച്ചതാണ്. ഇത്രയും സാധനം ഒന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല ആശ്വാസത്തിൽ ബന്ധോട്ടായിട്ട് ഇല്ല നമ്മളോ. ഞാൻ ചെറിയ ചെമ്പട്ടി വെക്കല്. അപ്പൊ അത് വെച്ച് എന്നെ ചീത്ത ചെറിയ ചെമ്പട്ടിയിൽ ഇളക്കാനൊന്നും പറ്റൂല. അതെ, അപ്പൊ നമ്മൾ അതിക്ക് കുറച്ച് വെളിച്ചെണ്ണ, അടുപ്പ കണ്ടില്ല, ഊതിയിട്ട് പുറത്തേക്കൊക്കെ പാറിയതാട്ടാ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഡാൽഡാണോ? ഡാൽഡാ അതോടെ ഡാൽഡ ചെയ്തു. നെയ്ച്ചോറിന് വേണ്ടിയിട്ട് ലേശം ഉള്ളി വെട്ടിയിട്ടുണ്ട്, ഒരു ചുവക്ക് മാത്രം. കേരട്ട് ഇവിടെ ആയത്തുണ്ടായിരുന്നില്ലേ? ഇല്ലേ? ലേശം ചൂട് കൂടിയെന്ന് ഇതൊക്കെ എടുത്തപ്പോൾ ഞാൻ മാറ്റി വെച്ചതാണ്. അപ്പൊ ലേശം വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് ബാക്കി ഡാൽഡ ഒഴിക്കട്ടാ. പോരാ? വന്ന് ചൂടായിക്കോട്ടെ. അങ്ങനെ സഹായിക്കാനൊന്ന് കുറെ നേരം ഒരാൾ ഇങ്ങനെ അവിടെ നിൽക്കണേ. ഈ വെള്ള പാൻറ്റും കുപ്പായൊക്കെ കഴിച്ചിട്ടാ. ശരിക്കും നമുക്ക് എപ്പോഴും നെയ്ച്ചോറൊക്കെ പോകുമ്പോൾ തിളച്ച വെള്ളത്തോടെ റെഡിയാക്കി വെക്കുക എപ്പോഴും നല്ലത്. ഇന്ന് നേരെ ഈ പച്ചവെള്ളത്തേക്ക് ഒഴിക്കണേ നല്ലതല്ല എന്നാണ്. നമ്മൾ കാറ്ററിംഗ് ഫീൽഡിലൊക്കെ ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ തിളച്ച വെള്ളം ഒഴിക്കണം എന്നാണ്. കാരണം നമ്മൾ ഈ ഉള്ളിയൊക്കെ വാട്ടി നല്ല ഡ്രൈ മസാല ഒക്കെ നല്ല പരുവത്തിലായിരിക്കും. പച്ചവെള്ളം ഒഴിക്കരുത് എന്നാണ് ശരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പച്ചവെള്ളമാണ് ഒഴിക്കല്. ചൂടുവെള്ളം ഉണ്ടായാൽ നന്നാവും. അരി തൽക്കാലം ഇങ്ങനെ മാറ്റുന്നുണ്ട്. അതെന്താ ഉള്ളി കരിയൊന്നുമില്ല മോനെ കുട്ടിമോനെ? അല്ല ഒട്ടി കൊടുത്താ ഇത് എൽപ്പറാന്ന് നല്ല കാണുന്നതിന് അത് ശരി. അപ്പൊ അരി ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും നമുക്ക് ഇന്നാണ് നോമ്പുകളുടെ ഒരു സ്പെഷ്യാലിറ്റി മനസ്സിലാണത്. എന്താ വെച്ചാൽ ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നതിൽ ഈ നോമ്പ് നോക്കിക്കൊണ്ട് നമ്മളെ സഹോദരിമാരെ, നമ്മളെ ഭാര്യമാരും ഉമ്മമാരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്.
ഇത് കാര്യം തന്നെയാണ് പറയണേ. ആ കാര്യം പറഞ്ഞത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മളവിടെ വന്നിങ്ങനെ ഇഷ്ടംപോലെ വീട്ടിൽ വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കണേ. നമ്മള് പുറത്തെന്തെങ്കിലും ജോലി പോയാൽ ഭയങ്കര സംഭവം. പക്ഷെ അവര് ഈ ഇത് കഴിഞ്ഞാൽ അത്താഴത്തിന് ഉണ്ടാക്കണം, അത് കഴിഞ്ഞാൽ നമുക്ക് ഒരുക്കണം, ആ പാത്രം കഴിക്കണം, അടുക്കളയിൽ ക്ലീൻ ചെയ്യണം. ഒരുപാട് നോമ്പ് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഉമ്മമാര്, സഹോദരിമാര്, പെങ്ങന്മാര് എല്ലാവർക്കും അപ്പൊ നമ്മള് ആ ഒരു ദിവസം നോമ്പൊക്കെ നോക്കി ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. പ്രത്യേകിച്ച് ഈ സമയത്ത് നിങ്ങൾ ഫുൾ ടയേർഡ് ആയിട്ടുണ്ടാവും. ഒരുത്തം വെച്ചതാ, പക്ഷെ കൈക്കോട്ടെ ഒരു കൊത്തരക്ക് ചട്ട കയറ്റി കൊത്തരുത് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ നിന്നിട്ട് അസ്വസ്ഥത വരുന്നുണ്ട് കേട്ടാ. ഇവിടെ നിന്നിട്ട് അസ്വസ്ഥത വരുന്നുണ്ട്. ഈ ക്യാമറ ട്രൈപോഡും വെച്ചിക്കാണ്ട് ഇത്തോളി ഞാൻ ഇവിടുന്ന് പോവാണ്. ഈ ക്യാമറ ട്രൈപോഡും വെച്ച് എടുക്കണ്ടേ, ഞാൻ ഇവിടുന്ന് പോവാണ്. സത്യം പറഞ്ഞാൽ പണിയെടുക്കായിട്ട് ക്ഷീണം വരുന്നുണ്ട്. പണിയെടുക്കായിട്ട് ക്ഷീണം വരുന്നുണ്ട്. ഞാൻ പോയി കളിച്ചോട്ടെ. എന്താണ് ഞാൻ? അത് ശരിയാണ്. നിങ്ങളെ പണി ഞാനല്ലേ? നിങ്ങളെ പണി ഞാനല്ലേ? അത് നടക്കൂല. പൊരിക്കടി ഞാൻ ഉണ്ടാക്കൂല. പഴയ ഓർമ്മകൾ ഇന്നത്തെ കാലത്തൊക്കെ അന്യം തിന്നുപോയി. പക്ഷെ ഏതായാലും അതൊക്കെ ഇതിൽ കാണാനൊരു രസമാണല്ലോ അല്ലേ? ആ അപ്പൊ ഞാനൊക്കെ എനിക്ക് കൂടുതലൊന്നും അറിയില്ല. അത് അറിഞ്ഞുകൊണ്ട് പറയല്ല. ഞാൻ പഠിച്ച കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഒരു ഭക്ഷണത്തിന് സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും വലിയൊരു സംഭവം എന്താ വെച്ചാൽ ഗാർണിഷ്, കാണാനുള്ള ഭംഗി. നമുക്ക് കഴിക്കാൻ താല്പര്യം വരാന് അത് കാണുമ്പോൾ ഒരു ഭംഗി, ഗാർണിഷ് ചെയ്യുമ്പോൾ, അതാണ് ഏറ്റവും ഒരു ഫുഡിന്റെ. രണ്ടാമത്തത് സ്മെല്ല്. ഓ ഗുഡ്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഫുഡിന്റെ ടേസ്റ്റ്. ഓക്കെ, അങ്ങനെ 3 ഘടകമാണ്. ഒന്ന് ഗാർണിഷ്, കാണാനുള്ള ചുറുക്ക്, ഗാർണിഷ്. രണ്ടാമത്തത് സ്മെൽ, നല്ല ഫുഡ്. മൂന്നാമത്തതാണ് ടേസ്റ്റ്. അതെ, അങ്ങനെയാണ്. അത് ക്യാരറ്റ് കൈക്കോട്ടേറ്റ് ഇത് പിന്നെ ഞാൻ അടുക്കളയിൽ നിന്ന് ആട്ടിയപ്പോ ഞാൻ അടിച്ചു കയറി വന്നെടുത്തതാട്ടാ. ഇതൊക്കെ എടുത്തോളാന്ന് പറഞ്ഞു. പക്ഷെ എനിക്കൊരു അസ്വസ്ഥത ഇങ്ങനെ എടുക്കുന്നുണ്ടപ്പോൾ പാവം തോന്നുന്നു. ഈ ഇഴഞ്ഞി നമ്മളെ തെങ്ങുമെന്നിട്ടാട്ടാ നേരത്തെ ബാവ കുത്തി കുത്തി ചാടിച്ചതാണ്. ഇതോടെ പൊളിച്ചു അത് പെട്ടിരിക്കും. അപ്പം നമ്മൾ ഇത് അരക്കട്ടാ. ഇതാദ്യം ഒന്ന് നല്ല അരച്ചെടുക്കട്ടെ, എന്നിട്ട് നമുക്ക് പാൽ ഒഴിക്കാം. പാലെന്തിനാ അങ്ങനെ അരച്ചാൽ മതിയാ? ഇതിലെന്നല്ലേ പാല്? പാലും ഒഴിച്ചൊക്കെ വേണ്ടി. അപ്പൊ ഇതാ ഞാൻ കുറച്ച് നാരങ്ങളും കലക്കിയതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഏതാണ് സർപ്രൈസ് ആണ്. ഇപ്പൊ തരൂല, ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിക്കുന്നത് പുറത്തുനിന്ന് പറഞ്ഞില്ലേ അല്ലേ? എന്നാൽ ഞങ്ങളൊരു പ്രത്യേക സ്ഥലത്ത് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. അത് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. ഇപ്പൊ പറയണില്ല, ഇപ്പൊ തന്നെ പറഞ്ഞാൽ പുറത്താണ് ഫുഡ് കഴിക്കുന്നത്. ശരിക്കും പുറത്താണ്. அவங்க കാണിച്ചു തരാം. വെരി വെരി ഡിഫറെന്റ് ആണ് ഇന്നത്തെ നോമ്പുതുറ. ഒക്കെ ഇങ്ങോട്ട് വരി കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ എന്തൊക്കെ ഇപ്പൊ എടുത്ത്? നിങ്ങൾ എന്തൊക്കെ ഇപ്പൊ പണിയെടുത്ത്? ഞാൻ ഇത് ഗീ റൈസ് ഉണ്ടാക്കി, ചിക്കൻ ഞാൻ പറഞ്ഞ ചിക്കൻ ഉണ്ടാക്കി, ഗ്രേവി ഉണ്ടാക്കി, പിന്നെ ജ്യൂസ്, ഇളനീർ ജ്യൂസ് ഉണ്ടാക്കി, നാരങ്ങ വെള്ളം. ഇത് ഒഴിഞ്ഞു പോണില്ലല്ലോ. ഇത് നേരെ എന്താണ് പറയാ, പഴയ ആൾക്കാർ പറയില്ല, നമ്മള് ചോറുന്ന കൈ കൊണ്ട് കോയിനട്ടിയ മാതിരിന്ന് ഇവിടെ ഇങ്ങോട്ട് തന്നെ വരികയാണ്. വിളഞ്ഞിൽ ഈ ചൊട്ടിയ മാതിരി പോണില്ല. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു ഇന്നായിക്കോ, ആയിക്കോട്ടെ. ഇന്നും പണി ബാക്കിയിട്ട് ഫോട്ടോ ഇട്ടില്ല. എന്നിട്ട് വേഗം നമ്മൾ റെഡിയാക്കാൻ പോകട്ടാ. പുറത്താണ്. അപ്പൊ ഇന്നൊരു കരക്ക് കലക്കും. മാഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾ കണ്ടോണേ. ഇൻഷാ അല്ലാഹ്. ചാക്കു ഇവിടെ കളികതാ. അത് ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം. അടുത്തീന്ന് പിന്നെ 10 കട്ട് ചെയ്തോളി. വീഡിയോ ലെങ്ത്ത് കൂടിപ്പോയി ഞങ്ങളെ പിരായി പറയരുതിട്ടാ. ഈ വീഡിയോ നോമ്പിന്റെ വീഡിയോ ആയതുകൊണ്ട് കുറച്ച് ലെങ്ത് ഒക്കെ ഉണ്ടാവും കേട്ടാ.
അപ്പോൾ അതാ ബാങ്ക് കൊടുക്കാൻ ഞാൻ അധികം സമയം നോമ്പ് തുറക്കാൻ പോകണേ. നമ്മളെല്ലാവരും ഇവിടുത്തെ ഐറ്റംസ് ഒന്നും ഇവിടെ കാണാൻ ചെയ്യില്ല. നമ്മൾ ഉണ്ടാക്കിയതൊന്നും എല്ലാം ഇവിടെ ശൂന്യല്ലേ, കണ്ടില്ല നിങ്ങൾ? ടോട്ടലി ഇവിടെ ശൂന്യാണ്. അപ്പോൾ ഞാൻ ഈ റൈസും ചിക്കനും തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ ചെയ്തത് മാള് തന്നെ കേട്ടാ. അപ്പോൾ ഏതായാലും അപ്പോൾ ഞങ്ങൾ പുറത്ത് പോവുകയാണ്. പുറത്ത് വെച്ചാണ് നോമ്പ് തുറ. അടിപൊളി ഒരു സൈറ്റ് തന്നെയാണ്. എവിടെ എങ്കിൽ കാണിച്ചാൽ എങ്ങോട്ട് വരി. അവിടെ മേലെ പോയിട്ട് നമ്മൾ നോമ്പ് തുറക്കുന്ന സ്ഥലത്ത് കറക്റ്റ് അവിടെ നിന്ന് കാണാൻ നമ്മൾ പോയി ഒക്കെ മേലെ ചേട്ടാ. അപ്പോൾ ഇതാ മക്കളെ, നമ്മളെ ഇന്നത്തെ നോമ്പ് തുറന്റെ സ്ഥലങ്ങളെ കണ്ടില്ലേ? പുറത്താണ് ശരിക്കട്ട. എങ്ങനെയുണ്ട് പുറത്ത് മാളുവോ? സൂപ്പർ അല്ലേ? നല്ല അടിപൊളി അന്തരീക്ഷമാണ്. കടപ്പുറത്തൊക്കെ ഇരിക്കണതിൻ്റെ ഒരു സാമ്യം ഉണ്ടാവും. അപ്പോൾ ഐറ്റംസ് എന്ന് വെച്ചാൽ കൂടുതൽ ഐറ്റംസ് ഒന്നും ഇല്ല, പണിയെടുക്കായിട്ട് ചെയ്യാം. അപ്പോൾ ഇതാ അടിപൊളി. പിന്നെ നമ്മുടെ തെങ്ങുമ്പന്ന് ഇട്ട മുമ്പ് വീഡിയോ പറഞ്ഞിട്ടുണ്ട്, തെങ്ങുമ്പന്ന് ഇട്ട ഇളനീരാണ്, ഇളനീർ ജ്യൂസാണ്. ഇത് ലൈം ജ്യൂസാണ്. പിന്നെ മുന്തിരി പച്ചക്ക. അപ്പം കാണിച്ചു തരട്ടാ. പിന്നെ നമ്മളിവിടെ നല്ലൊരു ബൊഫെ സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ബൊഫയാണ്. ആ ബൊഫ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അത് കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ബൊഫ. ഇതാണ് കേട്ടാ. ഇതുണ്ടില്ലെങ്കിൽ ബൊഫ ഇവിടെ സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടേബിളൊക്കെ കുറച്ച് മോശമാണ്. നമ്മളെ ഗീ റൈസ് ഇവിടെ ഉണ്ട്, മേൽപ്പറഞ്ഞ ചിക്കൻ ഇവിടെ ഉണ്ട്, പിന്നെ ജ്യൂസ് ഇതിൽ ചായയാണ്, കട്ടൻ ചായയാണ്, നാരങ്ങ വെള്ളം. അപ്പോൾ നമ്മളെ ബൊഫേൻ്റെ ടേബിൾ എങ്ങനെയുണ്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കും. നമ്മളെ ബൊഫെ സെറ്റ് ചെയ്ത് എങ്ങനെയുണ്ട് എന്നൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം എന്തായാലും. അപ്പോൾ കുട്ടിമോനെ മോളൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നോമ്പുറൊക്കെ നമുക്ക് ഒരുപാട് അതിഥികൾ ഇന്നുണ്ട്. ആരൊക്കെയാണ് ആ അതിഥികളൊക്കെ കണ്ട് കാണിച്ചു തരട്ടോ. അത് നമ്മളെ കുട്ടികളെ ഇവിടെ എല്ലാവരുടെ ഒക്കെ നമ്മൾ ഹായ് നോമ്പുറക്കാൻ വന്നതല്ലേ? എന്തൊക്കെയുണ്ട്? ഇന്ന് എത്രാമത്തെ നോമ്പാ? ഇന്ന് എത്ര എണ്ണം ഉണ്ട്? 2 നോമ്പ്. മതി മതി മതി. പിന്നെ അനക്ക് എത്ര നോമ്പുണ്ട്? നാളെ നോമ്പ് വെക്കും. അപ്പൊ നമ്മളെ അതിഥികളെല്ലാം ഇവിടെ നല്ല കളിയിലാട്ടാ. മോനോ? എല്ലാവരും കൂടി നല്ല കളിയിലാണ്. അപ്പോൾ അവർ നോമ്പ് തുറക്കാനുള്ള ഈ ബാങ്ക് കൊടുക്കാനുള്ള ഒരു ഗ്യാപ്പിൽ നല്ല കളി കളിക്കുകയാണ്. പിന്നെ ഒരു പണിയുണ്ട്, വാ വന്നോക്ക്. പൊന്നോ എവിടാ? എല്ലാവർക്കും ഇരിക്കാം. മോളൂസ് ഇതാ. മോളൂസ എങ്ങനെയുണ്ട്? സെറ്റപ്പ് എങ്ങനെയുണ്ട്? സൂപ്പർ. ഇവിടെ 3 ആൾ ഇരിക്കണം. അപ്പോ എല്ലാരും അടുപ്പിച്ചിരുന്നു കേട്ടോ. എല്ലാരും ഇരുത്തറിയട്ടാ. മാളുവിന് ബൊഫെ ടേബിളിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമല്ലേ? ശരിക്കും ഇങ്ങനത്തെ ഒരു ബൊഫെ ടേബിൾ അതല്ല, അത് ശരിയാണ്. ശരിക്കും ഒരു ബൊഫെ ടേബിൾ സെറ്റ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്ന ഇല്ല, പ്രതീക്ഷിച്ചില്ല. സത്യം പറഞ്ഞു, പ്രതീക്ഷിച്ചില്ലല്ലോ. ഇല്ല. അല്ല മോനോ ഇങ്ങനത്തെ ഒരു ബൊഫെ ടേബിൾ പ്രതീക്ഷിച്ചു നിങ്ങളൊക്കെ? മോളൂസേ പ്രതീക്ഷിക്കുന്ന ഇല്ല. അപ്പോൾ കുട്ടിമോൻ വരെ ഇവിടെ ഞെട്ടിക്കണി നമ്മളെ ബൊഫേൻ്റെ ടേബിൾ കണ്ടിട്ട്. കാരണം ഇവിടെ വെളിച്ചുണ്ടാവും, ഇരുട്ടല്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ടെൻഷനായി നിൽക്കുന്നത്. പക്ഷെ ശരിക്കും ഞെട്ടി അല്ലേ? അതെ. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ഒരു ആഗ്രഹം പുറത്ത് പോയി ഭക്ഷണം കഴിക്കണം സത്യത്തിൽ. അപ്പം നമ്മളെ കയ്യിൽ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളേക്കുള്ളത് സ്കൂട്ടിയാണ്. പിന്നെ ഓട്ടോ ഒക്കെ വിളിച്ച് പുറത്ത് പോകണാക്കി റിസ്ക്കാണ്. വേറെ പുറത്തുനിന്ന് വണ്ടിയൊക്കെ വിളിച്ച് പോലെ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത് ഒരു നോമ്പ് തുറ പുറത്തുനിന്ന് കഴിക്കുക. അപ്പോൾ എല്ലാവരും കടപ്പുറത്തും അവിടെ ഇവിടെയൊക്കെ പോയി കഴിക്കണം. നമ്മളെ കൊണ്ട് കഴിയൂല. നമ്മളോട് കഴിയണമാതിരി പുറത്ത് നമ്മളും കഴിക്കാമല്ലോ. കുട്ടികളെ ആഗ്രഹമല്ലേ? അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കും എങ്ങനെയുണ്ട് നമ്മളെ നോമ്പ് തുറ അന്നത്തെ എന്നുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ആകെ 2-3 ദിവസം കൂടി ഉള്ളൂ അല്ലേ? അപ്പോൾ കണ്ടില്ല മാള് പുറത്ത് നോമ്പ് തുറക്കണേ. ഞങ്ങളുണ്ടോ ഒത്താണ്? ഞാൻ മാത്രം പുറത്ത് പോലെ കൗത്താണല്ലോ. സലാഡ് നമ്മൾ ഈ ജ്യൂസും ഫ്രൂട്ടും കഴിച്ചു കഴിഞ്ഞാൽ തന്നെ വേറെ ഒന്നും ആവശ്യമില്ല അല്ലേ?
കാണേ ഇനി അതിലുണ്ടാവും അതിലൊരു മോനെ വെച്ചോട്ടാ ശരിക്ക് ഇവിടെ പെട്ടെന്നൊന്നും ഇഷ്ടാവൂല വാർപ്പിന്റെ ഉള്ളിൽ ഇവിടെ ഈ വെളിച്ചം ഏകദേശം ഒരു കണ്ടമാനം നേരം 5-3 മണിക്കൂർ. ശരിയാണ്. ഇവിടുത്തെ പുറത്തെ കാട്ടും ക്ലിയർ ഫോണിലൂടെയാണ്. എന്ത് ക്ലിയറില്ല. അല്ല രാവിലെ തുമ്പോലുണ്ട് രാവിലെ തിന്നാ മതി. ഇത് കഴിഞ്ഞാണ് അത് പ്രത്യേക ഒരു ഇതാണ്. ഞാൻ ഇന്ന് നിർത്താം. അപ്പോ ചോറ് വിളമ്പല് തുടങ്ങി കിട്ടാ. കുട്ടിമാൻ വിളമ്പേണ്ട ചോറ് എല്ലാവർക്കും. ചൂട് വലിയ ചൂടൊന്നും ഇല്ലല്ലോ കുട്ടിമാനെ. ഇവരാണ് വിളമ്പിടുന്നതും ഒക്കെ വരുന്നത്. ഞാൻ അങ്ങനെ ഇവിടെ ഇരുന്ന് നോക്കിക്കും. എന്താ സുഖം, എല്ലാ സുഖാണ്. സ്വസ്ഥമായിട്ട് സ്വസ്ഥം തോന്നി രസിക്കുക. മോനോ താഴെ പോയിട്ട് നമ്മൾ കറി എടുക്കൂലേ ഒരു സ്റ്റീലിന്റെ കൊടുന്നാണ് പാത്ര. ഞാൻ കൊടുത്തോളാം. കുട്ടിമോ ഇങ്ങനെ അവിടെ ഇരിക്കുക. അപ്പൊ ഇവിടുന്ന് സാധനങ്ങളൊക്കെ ഇങ്ങനെ വിളമ്പി കൊടുക്കണ്ട. പിന്നെ പുറത്ത് മടക്കുന്ന അവിടെ ഇരുന്നട്ടാ. കറി ആയില്ലേ? അപ്പൊ എല്ലാരും അടിപൊളിയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൊഫേടാൻ വെച്ചാണ് മൂടിക്കള ചോറ്. ആ ഹലോ റെഡി ആയില്ലേ? എന്താ ചിക്കൻ വേണ്ടാത്ത? ഒരു പ്ലേറ്റ് പിന്നെ കിടക്കണേ. ചിക്കൻ കൂട്ടി മടുത്തിട്ടുണ്ടോ? പിന്നെ കയ്യാകളുടെ സംവിധാനം ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാ ഭക്ഷണം കഴിച്ചാൽ ഇവിടെ തന്നെ ഇവിടെ കാരണം പൈപ്പ് വെള്ളമൊന്നും നമ്മളെ മേലെ ഇല്ലാത്തതുകൊണ്ട് ഒരു ബക്കറ്റിൽ വെള്ളം കൊടുത്തിട്ടാണ് കേട്ടാ. അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവാണ് കേട്ടാ. ഓക്കെ. എല്ലാവരും നമ്മളെ യൂട്യൂബിൽ ചാനൽ വേറെ ആൾക്കാരെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ ഗ്രീൻ കളർ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട് ഹോട്ടലിൽ പോയിട്ട് ഒരു ദിവസം നമുക്ക് ഗ്രീൻ ചിക്കൻ കഴിക്കണം. ഇങ്ങനെ കളർ വേറെ കളറൊക്കെ മഷൂറാൻ്റെ ചാനലിലൊക്കെ ഞാൻ കാണലുണ്ട് കേട്ടോ. അവരിങ്ങനെ കഴിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ആർഡർ ഏതായാലും പോവുകയാണെങ്കിൽ അടിപൊളിയാണ്. ഒന്നും പറയണ്ട, സൂപ്പറല്ലേ? സൂപ്പറാണ്. ഫസ്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു നമ്മളെ മലയാളികൾക്കൊക്കെ വലിയ ഒരു അല്ല എന്തോ രസമുണ്ട്, നല്ല രസമല്ല. ഇതിൽ ഗരം മസാല ഒന്നും ഇട്ടിട്ടില്ല, സൂപ്പറാണ്. എന്റെ മോൾട്ടിയാ ഗരം മസാല ഒന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താ പറയുക? അടിപൊളി. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചിക്കൻ കഴിക്കുന്നത്. ചിക്കൻ്റെ പഴയ മോഡൽ ഞാൻ ആക്കി നോക്കിയിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും പറയണ്ട, പൊളി പൊപ്പൊളി. അതന്നെ ഇതിന് വേണ്ടമായുള്ള ഉപയോഗിക്കാൻ ഇപ്പൊ ക്യാഷായിട്ടും നമ്മളെ വീട്ടിലില്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല. പിന്നെ നമ്മളെന്ത് ചെയ്തിക്കണേ ആ ചേർത്ത്. പിന്നെ ഇത്ര ഇത് ലൂസ് ആക്കൂല, കാരണം എല്ലാവർക്കും തികയാൻ വേണ്ടിയിട്ട് നമ്മൾ ലൂസ് ആയി നല്ല ടൈറ്റ് ഗ്രേവി ആയിരിക്കും. ഇത് അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. ഒന്നും പറയണ്ട, ശരിക്കും ഹോട്ടലിൽ നിന്ന് കഴിക്കണ മരിക്കുന്നുണ്ട്. എന്താ പറയുക, നന്ദി, ഒരുപാട് താങ്ക് യു. പിന്നെ നാളെ ഞാൻ ഉണ്ടായിക്കൊണ്ട് ആയിക്കോട്ടെ. ഞാൻ ഇത് തൊട്ടിട്ടില്ല, ഒരു സംഭവം തൊട്ടിട്ടില്ല. ഞാൻ ആകെ കട്ടൻ ചായ ഉണ്ടാക്കിക്കണ. വേറെ ചിക്കൻ ടെസ്റ്റ് ചെയ്യാം. നാളെ ചിക്കൻ മന്ദാക്കി, നാളെ വാവ ബിരിയാണി മന്ദാക്കി നാളെ ബിരിയാണി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തരാറുണ്ട്. നാളെ ചിക്കൻ ബിരിയാണി ആക്കിയാലോ? അനക്കല്ല, ഞങ്ങക്ക് നോമ്പുള്ളൂ. സിനോ തിന്നൂലാർന്നോ? ഇങ്ങനെ ഇഷ്ടായി വരുന്നുണ്ട് ഇവിടെ.
ഓളൊന്നും പോകില്ല ഇജ്ജാണ്. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ. കഴിക്കട്ടെ. അപ്പൊ ഏതായാലും ചിക്കൻ അടിപൊളിയായി, പുറത്തത്തെ ഫുഡും അടിപൊളിയായി. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇവിടെ എല്ലാവരും കാണിച്ചിട്ടാണ്. ഇതെല്ലാരും കണ്ടില്ലേ? എല്ലാവരും ഉണ്ടല്ലേ കാണണേ. അപ്പൊ എല്ലാവർക്കും ബൈ. അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതെ, എല്ലാവർക്കും ബൈ. അപ്പൊ നാളെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്താളിയും അതുപോലെ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്താളിയും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്താളിയും അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ അറിയിക്കാം, നല്ലതാകത്തും. അപ്പം എങ്ങനെയുണ്ട് ഞങ്ങളുടെ പുറത്തെ നോമ്പ് തുറന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പം നാളെ പുത്തൻ വീഡിയോയുമായി നാളെ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും എല്ലാവരും കൂടി വിളിച്ചാണ് നോമ്പ് തുറ ഉണ്ടാക്കാനുള്ള ഇതില്ല. അപ്പൊ ഞങ്ങൾ തന്നെയാണ് നോമ്പ് തുറക്ക്. ഓക്കെ, അപ്പം എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നേരെ ഏകദേശം ഇരുട്ടായി വന്നിട്ടാ. എന്നാലും കടപ്പുറത്ത് ഈ വൈകുന്നേരം സമയങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ഇല്ലേ സായാഹ്ന സന്ധ്യ അപ്പൊ എല്ലാരും കാണിച്ചു. എങ്ങനെയുണ്ട് ഭക്ഷണം? എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അങ്ങൊന്നും പറയാല്ല, ഒന്നും പറയല്ലേ മോട്ടിയെ? പൊന്നോ കുഴപ്പമില്ല. ഇപ്പം ഇരുത്തം ശരിയായിക്കണ? നമ്മുടെ ആ ബൊഫെ ടേബിളിന്റെ ആണ്ട് പൂച്ച നായി വരുന്ന നോക്കിട്ടാ. അപ്പൊ എല്ലാരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കയ്യേക്കാളെ വെള്ളം പെടേണ്ടതാ കേട്ടാ. കയ്യേക്കാളെ വെള്ളം